Good morning. Good morning, Morning, ma'am. ma'am. Good morning, ma'am. Okay, കഴിഞ്ഞ ദിവസം നമ്മള് ചാപ്റ്റർ 6 സ്റ്റാർട്ട് ചെയ്തിരുന്നു. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽ അല്ലേ? ഓക്കെ, വായിച്ചു നോക്കിയോ? എടുത്ത ഭാഗങ്ങള് ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് പ്രൊഡക്റ്റ് വരെയല്ലേ എടുത്ത് നിർത്തിയത്? ഓക്കെ, ഇപ്പൊ ക്ലാസ് ഒക്കെ കാണാത്തവര് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എക്സാംസും കാര്യങ്ങളും വന്നൊക്കെ അറിയാം. ക്ലാസ് കാണാത്തവര് അല്ലെങ്കിൽ ക്ലിയർ ആകാത്തവരാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അതൊക്കെ കണ്ടൊന്ന് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ 4 പീസ് ഓഫ് മാർക്കറ്റിംഗ്, എന്താണ് ഒരു മാർക്കറ്റിംഗ് മിക്സ് മുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഒരു മാർക്കറ്റിംഗ് മിക്സ് എന്നാണ് നമ്മൾ പഠിച്ചത്. എന്താണ് ഒരു മാർക്കറ്റിംഗ് മിക്സ് എന്ന് പഠിച്ചേ? എന്താണ് ഒരു മാർക്കറ്റിംഗ് മിക്സ്? സെറ്റ് ഓഫ് മാർക്കറ്റിംഗ് ടൂൾസ് that the firm uses to pursue its marketing objectives in the market. അല്ലെ, മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള വിപണന ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ വിപണന ലക്ഷ്യങ്ങളെ പിന്തുടരുന്നതിനോ അല്ലെങ്കിൽ നിലനിർത്തുന്നതിനോ വേണ്ടി ആ സ്ഥാപനം ഉപയോഗിക്കുന്ന ഒരു സെറ്റ് ഓഫ് മാർക്കറ്റിംഗ് ടൂൾസിനെ, അല്ലെ, അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. പ്രധാനമായും ആ ടൂൾസ് ഏതൊക്കെയാണ്? ഏതൊക്കെ ടൂൾസ് ആണ് അതിൽ വരുന്നത്? ആ ഒരു മാർക്കറ്റിംഗ് മിക്സിൽ ഏതൊക്കെ ടൂൾസാ വരുന്നേ? 4 ടൂൾസ് അല്ലെ. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ, പ്ലേസ്. ഈ 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് എന്നും അറിയപ്പെടുന്നുണ്ട് അല്ലെ. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് 4 പീസ് ഓഫ് മാർക്കറ്റിംഗ്. ഇതിലും അത് ഇമ്പോർട്ടന്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ അതിൽ ഒന്നാണ് നമ്മൾ പഠിച്ചത് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന കാര്യം. നമ്മുടെ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്താണെന്ന് പറഞ്ഞിരുന്നു അല്ലെ. നമ്മൾ ജസ്റ്റ് ജനറൽ ആയിട്ട് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട വിപണന ഉൽപ്പന്ന തന്ത്രം എന്താണ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. എന്തായിരുന്നു ഒരു പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ പ്രധാന എയിം എന്ന് പറയുന്നത്? എന്താണ് ഒരു പ്രൊഡക്റ്റ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട നമ്മൾ തന്ത്രങ്ങൾ തയ്യാറാക്കുമ്പോൾ അതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് ഒരു പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ പ്രധാന ലക്ഷ്യം? എന്താണ് നമ്മൾ പ്ലേ ചെയ്യാതെ? എന്താ നമ്മൾ ഇന്നലെ പറഞ്ഞതല്ലേ? എന്താണ് അതിന്റെ ഒരു ലക്ഷ്യം? അതെ, കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ. അല്ലെങ്കിൽ എന്താണ് ആ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ വാങ്ങാൻ പോകുന്ന ആളുകളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ. എന്നതാണ് ശരിക്കും ഒരു പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ എയിം എന്ന് പറയുന്നത്. ബയേഴ്സ് എക്സ്പെക്ടേഷൻ അല്ലെ, അവരുടെ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള പ്രൊഡക്റ്റ്, ശരിയായ റൈറ്റ് പ്രൊഡക്ട്സ് ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസുകൾ റൈറ്റ് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എന്ത് ചെയ്യണം? നൽകുക എന്നതാണ് ഒരു പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. എന്നാൽ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് എന്താണ് ഒരു പ്രൊഡക്റ്റ് അല്ലെ. എന്താണ് പഠിച്ചത്? എന്താണ് ഇതിന്റെ ഒരു പ്രൊഡക്റ്റ്? എന്താണ് ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല്? എന്താണ് ഒരു പ്രൊഡക്റ്റ്? an item offered for sale അല്ലെ. ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു ഇനം അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നത്തെയാണ് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അല്ലെ. സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെ പറയാം. എന്തിനു വേണ്ടി ഒരു ഉൽപ്പന്നമാണ് അല്ലെങ്കിൽ ഒരു ഐറ്റം ആണ്? അത് ഐറ്റം ഓഫേർഡ് ഫോർ സെയിൽ, സെയിലിന് വേണ്ടി അല്ലെ. വിൽപ്പന വാഗ്ദാനം ചെയ്യുന്ന അല്ലെ, വിൽപ്പനയ്ക്ക് വാഗ്ദാനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇനം അല്ലെങ്കിൽ ഒരു ഐറ്റമാണ് പ്രൊഡക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു പ്രൊഡക്റ്റ് ക്യാൻ ബി സർവീസ് ഓർ ആൻ ഐറ്റം. അതൊരു സർവീസ് ആവാം. ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോ അതൊരു സർവീസ് ആണ് അല്ലെ. ആ സർവീസ് ആവാം, അല്ലെങ്കിലോ ഒരു പ്രൊഡക്റ്റ് ആവാം അല്ലെ, അല്ലെങ്കിൽ ഒരു ഇനമാവാം, ഒരു ഐറ്റം ആവാം, അല്ലെങ്കിൽ ഒരു സർവീസ് ആവാം. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? ഇറ്റ് ക്യാൻ ബി ഫിസിക്കൽ ഓർ ഇൻ വിർച്വൽ ഓർ സൈബർ ഫോം. എന്താണ് അത് പറഞ്ഞത്? ഫിസിക്കൽ ആവുമ്പോ അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞേ. ഫിസിക്കല് എന്താണ്?
ഫിസിക്കലിൽ പറഞ്ഞില്ലേ, ഫിസിക്കൽ പറഞ്ഞു തന്നതല്ലേ. ഫിസിക്കൽ എന്താണ്, എന്താണ് വെർച്വൽ, എന്താണ് സൈബർ ഫോം. എന്താണ് ഫിസിക്കൽ എന്ന് പറയുമ്പോ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ടച്ച് ചെയ്യാൻ പറ്റും അല്ലെ, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് കാണാനും സാധിക്കും അല്ലേ. അപ്പൊ അങ്ങനെയുള്ളതിന് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുന്നത് ടേബിള്, ഫർണിച്ചറുകള് അല്ലെ, എക്യുപ്മെന്റ്സ്, പെൻ, ബുക്ക്, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റ് ഇല്ലേ അല്ലെ, ഒരുപാട് സാധനങ്ങള് നമ്മൾ ഉപയോഗിക്കുന്ന എന്തോരം സാധനങ്ങളാണ് അല്ലെ. അതെല്ലാം ഇതിൽ വരുന്നതാ ഫിസിക്കൽ ഫോമിലുള്ള പ്രൊഡക്റ്റുകളാണ്. എന്നാൽ വിർച്വൽ എന്ന് പറയുമ്പോ 1 മിനിറ്റ്, ഓക്കെ. ഇപ്പൊ നമ്മൾ ഫിസിക്കൽ ഫോം പറഞ്ഞു അല്ലെ. ഇനി വിർച്വൽ ഫോം എന്താ, എന്താണ് ഒരു വിർച്വൽ ഫോം? അതെ, നമുക്ക് ഡിജിറ്റലി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെ. നമുക്കത് ഡിജിറ്റലി മാത്രമേ ഡൗൺലോഡ് ചെയ്യാനും ആക്സസ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അതിന് നമുക്ക് ഒരു എക്സാമ്പിൾ എന്ന് പറയാം, ഓൺലൈൻ ക്ലാസ്സുകൾ തന്നെ പറയാം അല്ലെ. ഓൺലൈൻ ക്ലാസ്സുകള്, വീഡിയോസ് അല്ലെ, മ്യൂസിക് മുതലായിട്ടുള്ള ഒരുപാട് എക്സാമ്പിളുകൾ നമുക്കുണ്ട് അല്ലെ. ആ സൈബർ ഫോം ആകുമ്പോഴോ, സൈബർ ഫോം അതിലേതാണ് മിസ് പറഞ്ഞത്, ഇതൊരു ടെക്നോളജിയാണ് അല്ലെ. സൈബർ, അതെ, ഫോൺ ഹാക്കിങ്ങിന്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആന്റിവൈറസ് സോഫ്റ്റ്വെയർസ് മുതലായിട്ടുള്ളത് നമ്മുടെ സൈബർ എന്താണ് സൈബർ ത്രെറ്റുകളിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ, നമ്മുടെ സിസ്റ്റത്തിനെ ഇൻഫർമേഷനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ടെക്നോളജിയുടെ ഉപയോഗമാണ് ശരിക്കും സൈബർ ഫോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ മുതലായവയൊക്കെ ഒരു സ്ഥാപനം അവരുടെ ബുദ്ധിയിൽ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതല്ലേ അല്ലെ. അതൊരാൾ ഉണ്ടാക്കാതെ ഉണ്ടാവില്ല, അത് എങ്ങനത്തെ രൂപത്തിലും ആയിക്കോട്ടെ, അതൊരാൾ അല്ലെങ്കിൽ ഒരു വ്യക്തികൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതായിരിക്കും അല്ലെ. അതുകൊണ്ടാണ് അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ആന്റിവൈറസ് സോഫ്റ്റ്വെയർ നമുക്ക് വെറുതെ അങ്ങ് ആരെങ്കിലും തരുമോ, വെറുതെ തരുമോ? അതൊരു പ്രൊഡക്റ്റ് ആണ്. അതെന്തിനു വേണ്ടി വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റ്. നമ്മൾ ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട് അല്ലെ. ഓരോ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, ചില ആപ്പുകൾക്ക് ഇത്രയൊക്കെ രൂപകളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. പൈസയൊക്കെ കൊടുത്ത് ഡൗൺലോഡ് ചെയ്യാറില്ലേ ഇല്ലേ, ആപ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാറില്ലേ. ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ആപ്പുകളുണ്ട്, പൈസ കൊടുത്ത പെയ്ഡ് ആയിട്ടുള്ള ആപ്പുകളുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ആപ്പുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പൈസ പണം കൊടുക്കില്ല. ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്, അത് ഏത് ഫോമിലും ആയിക്കോട്ടെ, ഏത് രൂപത്തിലും ആയിക്കോട്ടെ, അതൊരു പ്രൊഡക്റ്റ് ആണ് അല്ലെ. അതൊരു സർവീസ് ആവാം, അല്ലെങ്കിൽ ഒരു ഐറ്റം ആവാം, ഒരു ഇനമാവാം. അത് 3 ഫോമുകളിലായിട്ടാണ്, ഈ 3 രൂപത്തിലാണ് പ്രധാനമായും കാണപ്പെടുന്നത്. ഫിസിക്കൽ രൂപത്തില്, വിർച്വൽ രൂപത്തില്, ഫിസിക്കൽ രൂപത്തില്, വിർച്വൽ രൂപത്തില്, സൈബർ ഫോമില്, ഈ 3 രൂപത്തിലും ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് എന്താണ് പറഞ്ഞത്, the price that can be charged dependent product is made at a cost and each is sold at a price അല്ലെ. ഏതൊരു പ്രൊഡക്റ്റും നമ്മൾ എങ്ങനെയാണ് made at a cost, കുറച്ച് ചിലവാക്കി അല്ലെ, കുറച്ച് തുക ചിലവാക്കി തന്നെയാണ് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നത് അല്ലെ. ഇനി ആ ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ചു കഴിഞ്ഞാൽ each is sold at a price, അതെന്ത് ചെയ്യുന്നു, നമ്മള് ഒരു വില കൊടുത്ത് അല്ലെങ്കിൽ ഒരു വില നിശ്ചയിച്ച് അത് വിൽക്കുന്നു അല്ലെ. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ചിലവ് എത്രയാണോ ആ ചിലവിനനുസരിച്ച് അല്ലെ, ആ ചിലവും മറ്റു കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ അതിനൊരു വിലയിട്ട് അത് വിൽക്കുന്നത് അല്ലെ. The price that can be charged depends on the market, the quality, the marketing and the segment that is targeted. ഇനി എന്തൊക്കെ കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് നമ്മൾ ചാർജ് ചെയ്യുന്നത്, ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ആശ്രയിച്ചായിരിക്കും. On the market, നമ്മൾ ആ ഒരു സ്ഥാപനത്തിന്റെ വിപണിയിലെ കാര്യങ്ങളായിരിക്കും അല്ലെ. അത് ആ വിപണിയിൽ എത്രത്തോളം ഡിമാൻഡ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലെ. എത്രത്തോളം ഡിമാൻഡ് കൂടുന്നോ അതിനനുസരിച്ച് അതിന്റെ വിലയിലും വ്യത്യാസം വരും അല്ലെ. മൂല്യത്തിനനുസരിച്ച് എത്ര ഡിമാൻഡ് ആ ഒരു സ്ഥാപനത്തിന്, ആ ഒരു സാധനത്തിന് വിപണിയിലുണ്ട് എന്ന കാര്യം നോക്കും. ഇനി അതിന്റെ ക്വാളിറ്റി അല്ലെ, നല്ല ഗുണനിലവാരമുള്ള ഗുണമേന്മയുള്ള സാധനമാണോ,
മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട വിപണിയില് ഏത് ടാർഗറ്റ് വിഭാഗം അല്ലെങ്കിൽ നമ്മുടെ ആ ലക്ഷ്യം വെക്കുന്ന ഒരു വിഭാഗമുണ്ട് അല്ലെ. ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ ഇന്ന ആളുകളായിരിക്കും വാങ്ങാൻ പോകുന്നത് അല്ലെ. ഒരു ടാർഗറ്റ് വിഭാഗം അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്ന ആ ഒരു വിഭാഗം ഏതാണോ അവരെ കൺസിഡർ ചെയ്ത് അവരുടെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പൊ ഒരുപാട് ചെറിയൊരു മിഡിൽ ക്ലാസ് ഏജിലുള്ളവർക്കാവ് അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജിലുള്ള അല്ലെങ്കിൽ മിഡിലായിട്ടുള്ളവർക്കാണ് വലിയ രീതിയിൽ ഒരുപാട് പ്രൈസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഒരിക്കലും സാധാരണക്കാരെ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് കിട്ടുമോ? ഒരുപാട് വില ഇട്ടാല് സാധാരണക്കാരനെ കിട്ടുമോ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട്? ഇല്ല അല്ലെ. അപ്പൊ എപ്പോഴും നമ്മൾ ആ ഒരു വിപണനം നടത്തുന്ന ആ ഒരു ടാർഗറ്റ് ആയിട്ടുള്ള ഓഡിയൻസ് അല്ലെങ്കിൽ ആ ടാർഗറ്റ് സെഗ്മെന്റ് ആ വിഭാഗം എങ്ങനെയുള്ളവരാണ് അല്ലെങ്കിൽ ഏത് റേഞ്ചിലുള്ളവരാണ് എന്നൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചാണ് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിന് വില ചാർജ് ചെയ്യുന്നത്. മനസ്സിലായോ? എന്താണ് ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവരാണെങ്കിലും എന്താണ് ഒരു പ്രൊഡക്റ്റ് എന്ന് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് പ്രൈസ്. അടുത്തതാണ് പ്രൈസ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ വില അല്ലെ. നമുക്കറിയാം വില തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ അതിന് മുൻപ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ പ്രൈസ് സ്ട്രാറ്റജി പഠിച്ചിരുന്നോ? പ്രൈസ് സ്ട്രാറ്റജി അതെ. എന്തായിരുന്നു പ്രൈസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്? ജസ്റ്റ് അത് രണ്ടും കൂടി ഒന്ന് കണക്ട് ചെയ്താൽ കുറച്ചും കൂടി എളുപ്പമാകും കേട്ടോ. പ്രൈസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ട്രാറ്റജിയാണ് അല്ലെങ്കിൽ ആ വിലയുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങളാണ്. അപ്പൊ എങ്ങനെയായിരിക്കണം ഒരു പ്രൊഡക്റ്റിന് വില നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ വിലയിടുമ്പോ അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ്? ഒരു വില നമ്മൾ നിശ്ചയിച്ചു. ആ വില എങ്ങനെയുള്ളവയായിരിക്കണം? എങ്ങനെയുള്ള ഒരു വിലയായിരിക്കണം? അതെ, വെരി ഗുഡ്. പ്രോഫിറ്റ് ഉണ്ടാവുന്ന രീതിയിൽ അല്ലെ, നമുക്ക് ലാഭം ഉണ്ടാക്കി തരുന്ന വിധത്തിലുള്ള എന്നാൽ ന്യായമായിട്ടുള്ളതും മറ്റു കോമ്പറ്റീറ്റേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അല്ലെ ഈ ഒരു വിപണിയിൽ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമായിരിക്കില്ലല്ലോ, ഇതിനോട് സാമ്യമുള്ളതായിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാവും അല്ലെ, പല കമ്പനികൾ നിർമ്മിക്കുന്നതായിട്ടുള്ളത്. അപ്പൊ ആ പ്രൊഡക്റ്റുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് ബേസിസിൽ അല്ലെ ഒരുപാട് താഴെയും ആവാൻ പാടില്ല, ഒരുപാട് മുകളിലും ആവാൻ പാടില്ല. ഒരു റേഞ്ച് ഉണ്ട് അല്ലെ, ഒരു ഏകദേശം റേഞ്ചുകളുണ്ട്. ആ ഒരു റേഞ്ചിലാണ് ഒരു മത്സരാധിഷ്ഠിതമായിട്ട് നിൽക്കുന്നതും ഒരു ന്യായവുമായിട്ടുള്ള എന്നാൽ എങ്ങനെയായിരിക്കണം പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്ന രീതിയിലുള്ളൊരു വിലയായിരിക്കണം നിശ്ചയിക്കേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ സ്ട്രാറ്റജി അല്ല പറയുന്നത്, ഇവിടെ വില. എന്താണ് ഒരു വില അല്ലെങ്കിൽ എന്താണ് ഒരു പ്രൈസ് എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രൈസ് ഇൻ മാർക്കറ്റിംഗ് മിക്സ് refers to the value we pay in exchange for the product and services offered by a company. എന്താണ് ഒരു പ്രൈസ് എന്ന് പറയുന്നത്? എന്താ പറഞ്ഞേ? The price in a marketing mix. First point underline ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ് പ്രൈസ് എന്നാണ് ഇത് പറയുന്നത് കേട്ടോ. Price in marketing mix refers to the value we pay in exchange for the product and services offered by a company. ഒരു കമ്പനി വാഗ്ദാനം ചെയ്യുന്ന അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്ന സേവനങ്ങൾക്കോ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾക്കോ അല്ലെ ഉൽപ്പന്നങ്ങൾക്കോ പകരമായി നമ്മൾ കൊടുക്കാൻ തയ്യാറാവുന്ന അല്ലെങ്കിൽ നമ്മൾ നൽകി വരുന്ന എന്താണ് മൂല്യമാണ് പ്രൈസ് എന്ന് പറയുന്നത് അല്ലെ. ശരിയല്ലേ? നമ്മളൊരു കമ്പനി നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ഒരു സർവീസ് തരുന്നു അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു അല്ലെങ്കിൽ നൽകുന്നു. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിന് നമ്മൾ പകരം നൽകുന്ന ഒരു മൂല്യമല്ലേ വില എന്ന് പറയുന്നത് അല്ലെ. പകരം നൽകുന്ന ഒരു മൂല്യമാണ് അല്ലെ, അതാണ് പ്രൈസ് എന്ന് പറയുന്നത് കേട്ടോ. പ്രൈസ് ഇൻ മാർക്കറ്റിംഗ് മീൻസ് refers to the value we pay in exchange for the product and services offered by a company. ഒരു കമ്പനി ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്യുന്ന സേവനങ്ങൾക്കും എന്താണ് പ്രൊഡക്റ്റുകൾ അല്ലെ എന്താണ് ഉൽപ്പന്നങ്ങൾക്കും പകരമായി നമ്മൾ നൽകുന്ന മൂല്യത്തെയാണ് പ്രൈസ് എന്ന് വിളിക്കുന്നത്. Then price is considered as a vital element of the marketing mix because it dictates a company's survival and profit. ഇനി എന്താ പറയുന്നത്? ഇവിടെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിംഗ് മിക്സിലെ ഒരു പ്രധാന എലമെന്റ് അല്ലെങ്കിൽ സുപ്രധാന എലമെന്റ് അല്ലെങ്കിൽ ഘടകമാണ്. അത് എങ്ങനെയാണ് അതിനെ പരിഗണിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വൈറ്റൽ എലമെന്റ് അല്ലെങ്കിൽ സുപ്രധാന ഘടകമായി ഈ ഒരു പ്രൈസിനെ പരിഗണിക്കപ്പെടുന്നത്?
because it dictates a company's survival and profit. ആ ഒരു സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. എന്തുകൊണ്ടാണ് ചോദിക്കാം, എന്തുകൊണ്ടാണ് ഒരു മാർക്കറ്റിംഗ് മിക്സില് പ്രൈസിനെ വളരെ വൈറ്റൽ എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ വില എന്ന് പറയുന്ന ആ ഒരു ഘടകത്തെ എന്തുകൊണ്ടാണ് വളരെ സുപ്രധാന ഘടകമായിട്ട് മാർക്കറ്റിംഗ് മിക്സിൽ പരിഗണിക്കുന്നത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഡിക്റ്റേറ്റ്സ് എ കമ്പനി സർവൈവൽ ആൻഡ് പ്രോഫിറ്റ്. ഡിക്റ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഡിക്റ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാല് നിർണയിക്കുക അല്ലെ. എന്താണ് നിർണയിക്കുന്നത് ഇവിടെ? സർവൈവൽ ആൻഡ് പ്രോഫിറ്റ്. സർവൈവൽ എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ്, പ്രോഫിറ്റോ ലാഭം അല്ലെ. ഈ ഒരു വിലയെ ആശ്രയിച്ചല്ലേ ആ ഒരു കമ്പനിയുടെ നിലനിൽപ്പും ലാഭവും കിട്ടുന്നത് അല്ലെ. ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് തുക ചിലവാക്കി. ആ തുക കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന് കൂടുതൽ ആ തുക ചെലവാക്കിയ തുക മാത്രം കിട്ടിയാൽ പോരാ അല്ലെ, ലാഭവും കൂടി കിട്ടുന്ന രീതിയിൽ അല്ലെ, അവർക്ക് മെച്ചമുണ്ടാവുന്ന രീതിയിലുള്ള വിലയിട്ടാൽ മാത്രമേ ആ ഒരു കമ്പനിക്ക് പിന്നീട് നിലനിൽക്കാൻ പറ്റുള്ളൂ അല്ലെ. അതേസമയം അവർ ചിലവാക്കിയ തുകയേക്കാൾ കുറവും ലാഭമൊന്നും കിട്ടാത്ത രീതിയിലുമാണ് ഒരു വിലയിടുന്നതെങ്കിലോ ആ കമ്പനി ആ ഒരു ബിസിനസ് കുറെ നാളെ മുന്നോട്ട് പോവോ? ഇല്ല അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആ ഒരു പ്രൈസ് അല്ലെങ്കിൽ വില എന്ന് പറയുന്നത് ആ മാർക്കറ്റിംഗ് മിക്സിലെ ഒരു സുപ്രധാന ഘടകമായി പരിഗണിക്കപ്പെടുന്നതും. ബിക്കോസ് ഇറ്റ് ഡിക്റ്റേറ്റ്സ് ദ കമ്പനീസ് സർവൈവൽ ആൻഡ് പ്രോഫിറ്റ്. ആ ഒരു കമ്പനിയുടെ സർവൈവൽ, നിലനിൽപ്പിനെയും പ്രോഫിറ്റ് അല്ലെ ലാഭത്തെയും നിർണയിക്കുന്നത് കൊണ്ട് തന്നെ ഈ വിലയാണ് അതിനെ നിർണയിക്കാനുള്ള പ്രധാന ഘടകം. ആ ഒരു സർവൈവൽ, ആ ഒരു കമ്പനി നിലനിൽക്കണമെങ്കിലും ലാഭം കിട്ടണമെങ്കിലും നല്ല രീതിയിലുള്ള പ്രൈസിങ് നമ്മൾ നടത്തിയാൽ മാത്രമേ ആ കമ്പനി നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാന എലമെന്റ് കൂടിയാണ്. പ്രൈസ് എന്ന് പറയുന്നതിൽ 2 പോയിന്റ്സ് ആണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മളിവിടെ പറഞ്ഞത്. പ്രൈസില് എന്താണ് പറയുന്നത്? ഒരു കമ്പനി ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്യുന്ന സേവനങ്ങൾക്കും എന്താണ് പ്രൊഡക്റ്റ് ഉൽപ്പന്നങ്ങൾക്കും പകരമായി നാം നൽകുന്ന മൂല്യത്തെയാണ് വില അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറയുന്നത്. രണ്ടാമതായി പറഞ്ഞത് ഒരു മാർക്കറ്റിംഗ് മിക്സിലെ 4 ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റൽ എലമെന്റ് അല്ലെങ്കിൽ സുപ്രധാന ഘടകമാണ് വില അല്ലെങ്കിൽ പ്രൈസ്. കാരണം എന്തുകൊണ്ടാ? ഒരു കമ്പനിയുടെ സർവൈവൽ ആൻഡ് പ്രോഫിറ്റ്, അവരുടെ നിലനിൽപ്പിനും ലാഭവും നിർണയിക്കുന്ന ഘടകമാണ് വില. അതുകൊണ്ടാണ് നമ്മൾ അവിടെ വൈറ്റൽ എലമെന്റ് ആണെന്ന് പരിഗണിക്കപ്പെടുന്നതും. ക്ലിയർ ആയോ പ്രൈസ് എന്താന്നുള്ളത്? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് പ്ലേസ് അല്ലെ. പ്ലേസ് എന്താണ്? പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥലം അല്ലെ. പ്ലേസ് സ്ട്രാറ്റജി പഠിച്ചില്ലേ നമ്മള്? പ്ലേസ് സ്ട്രാറ്റജി, പ്ലേസ് സ്ട്രാറ്റജിയുടെ മറ്റൊരു പേര് എന്താണ്? വെരി ഗുഡ്, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. വെരി ഗുഡ്, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി അല്ലെ. അപ്പൊ പ്ലേസ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയിൽ എന്താണ് നമ്മൾ പഠിച്ചിരുന്നത്? എന്താണ് പഠിച്ചത്? അവിടെ എന്താ ചെയ്യുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസുകള് അതാത് കസ്റ്റമേഴ്സിലേക്ക് വിതരണം ചെയ്യുന്നു അല്ലെ. ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു. വെരി ഗുഡ്, ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നതിനെയാണ് അല്ലെ. അവിടെ ശരിയായ സമയത്തും ശരിയായ സ്ഥലത്തും അല്ലെ നമ്മൾ എന്ത് ചെയ്യണം? അതെ, ലൊക്കേഷൻ ഓഫ് സർവീസ് ആണ്, ശരിയാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? ശരിയായ സമയത്തും ശരിയായ സ്ഥലത്തും നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസുകള് എന്ത് ചെയ്യണം? അല്ലെ, റൈറ്റ് ഗുഡ് എന്താണ്? റൈറ്റ് ടൈം റൈറ്റ് പ്ലേസ് അല്ലെ. ശരിയായ സമയത്തൊക്കെ നമ്മൾ വിതരണം ചെയ്ത് കൊടുക്കണം. അപ്പൊ അത് തന്നെയാണ് ഇതിലും പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എന്താണ് പ്ലേസ് സ്ട്രാറ്റജി അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളല്ല പറയുന്നത്, മറിച്ച് എന്താണ് ഒരു പ്ലേസ്, ഒരു സ്ഥലം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്തിനെ? Okay, a place in marketing mix refers to the geographical location in which the company sells its product and provides its services. എന്താണ് പറയുന്നത്? Place in marketing mix
refers to the ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് പ്ലേസ് എന്നുള്ള ഒരു ഡെഫിനിഷൻ ആണ് പറയുന്നത് കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഈ 4 എണ്ണവും ഇമ്പോർട്ടന്റ് ആണ്. 4 പീസിൽ ഈ 4 എണ്ണവും ഷുവർ ആയിട്ട് ക്വസ്റ്റ്യൻ വരാൻ പറ്റുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ പറ്റുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ് തന്നെ പഠിക്കണം കേട്ടോ. എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ്. വ്യക്തമായിട്ട് ഓരോന്നും ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. Okay, place in marketing mix refers to the geographical location in which the company sells its product and provides its services. എന്താണ് ഒരു കമ്പനി അവരുടെ പ്രൊഡക്റ്റ് സെൽ ചെയ്യുന്നത്, വിൽക്കുന്നതോ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ നൽകുന്നതോ ആയിട്ടുള്ള ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ സ്ഥാനത്തെയാണ് പ്ലേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഒരു കമ്പനി അവരുടെ പ്രൊഡക്റ്റ് എവിടെയാണോ അവർ വിൽക്കുന്നത് ആ സ്ഥലം. മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നമ്മള് ഓൺലൈനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? സാധനങ്ങൾ ഓർഡർ ചെയ്യാറില്ലേ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ ആ ഒരു കമ്പനി നമുക്ക് എവിടെയാണ് സാധനങ്ങൾ വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുവന്ന് തരുന്നേ? എവിടെയാ കൊണ്ടുവന്ന് തരാ? നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മൾ ഏത് ലൊക്കേഷനിലാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അല്ലെ, അവിടെ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഏത് ലൊക്കേഷനാണോ കൊടുത്തിരിക്കുന്നത് ആ ലൊക്കേഷനിലല്ലേ കൊണ്ടുവന്ന് തരുന്നത് അല്ലെ. അപ്പൊ അവിടെ ആ ഒരു കമ്പനി സെല്ല് ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ അവരുടെ ആ പ്രൊഡക്റ്റ് സെയില് ചെയ്യുന്ന അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്നതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ഥലമാണ് അല്ലെ. അത് പ്രൊവൈഡ് സർവീസസ്. ഇനി ഒരു ഹോസ്പിറ്റൽ ആവുമ്പോൾ ആ ഹോസ്പിറ്റൽ കൊടുക്കുന്ന സർവീസുകള്, സേവനങ്ങള് എവിടെന്നാ പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു ഹോസ്പിറ്റൽ കൊടുക്കുന്ന സർവീസ് അവരെവിടെയാണ് സർവീസ് കൊടുക്കുന്നത്? ആ ഹോസ്പിറ്റലിൽ തന്നെ അല്ലെ. ആ സർവീസ് കൊടുക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അവിടെ എവിടെയായിരിക്കും? ആ ഒരു ഹോസ്പിറ്റലിൽ എന്ന് പറയുന്ന ഇടമായിരിക്കും. അതൊരു ലൊക്കേഷൻ ആണ് അല്ലെ. അതൊരു സ്ഥലമാണ്, അല്ലെങ്കിൽ സ്ഥാനമാണ്. എങ്ങനെയുള്ള സ്ഥാനമാ? ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ, ഭൂമിശാസ്ത്രപരമായ ഒരു സ്ഥാനം അല്ലെങ്കിൽ ഒരു ലൊക്കേഷനെയാണ് നമ്മൾ പ്ലേസ് എന്ന് പറയുന്നത്. നോക്കിയേ, പ്ലേസ് ഇൻ മാർക്കറ്റിംഗ് മീൻസ് റെഫേഴ്സ് ടു ദ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഇൻ വിച്ച് company sells its products and provides services. ഒരു കമ്പനി അവർ സെയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെ, അവരുടെ ഉൽപ്പന്നം വിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെ ഉൽപ്പന്നം വിൽക്കുന്ന ഇടമാവാം, അല്ലെങ്കിൽ അവർ സർവീസുകൾ നൽകുന്ന ഇടമാവാം അല്ലെ. ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഇടമാവാം അല്ലെങ്കിൽ സർവീസുകൾ നൽകുന്ന ഇടത്തെ ആ ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ, ആ ഒരു ഭൂമിശാസ്ത്രപരമായ സ്ഥലത്തെ അല്ലെങ്കിൽ സ്ഥാനത്തെയാണ് പ്ലേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്താണ് പ്ലേസ് എന്ന് മനസ്സിലായോ? Okay, it is said that location is one of the most important parts of marketing strategy. Marketing strategies അല്ലെങ്കിൽ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ വരുമ്പോ ആ ഒരു ശരിയായ സ്ഥലത്തും ശരിയായ സമയത്തും നമ്മൾ ഈ സാധനങ്ങൾ എത്തിച്ചില്ല എങ്കിൽ എന്ത് പറ്റും? എന്താ പറ്റുന്നേ? അവിടെ ആ ഒരു സെയിലിന് വല്ല വ്യത്യാസങ്ങൾ വരുമോ? കസ്റ്റമേഴ്സിന് എന്തെങ്കിലും വ്യത്യാസം, അവരുടെ സാറ്റിസ്ഫാക്ഷനിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? വരും അല്ലെ, ഉറപ്പായിട്ടും വരും. കാരണം എന്താ? ആ ഒരു കൃത്യ ലൊക്കേഷൻ. നമ്മളൊരു സാധനം ഓർഡർ ചെയ്താല് നമുക്കറിയാം അല്ലെ, നമ്മളൊരു സാധനം ഓർഡർ ചെയ്തു, നമ്മളൊരു ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു കൃത്യ സമയവും അവര് പറഞ്ഞിട്ടുണ്ട്, ആ സമയത്ത് നമുക്ക് തന്നില്ല, ആ സ്ഥലത്ത് നമുക്ക് കൊണ്ട് തന്നില്ല, നമ്മൾ വിളിച്ചു പറയാണ് ഞങ്ങളുടെ മെയിൻ അതെ കസ്റ്റമേഴ്സ് കുറയും. ശരിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അവര് പറയാണ് ഞങ്ങളുടെ മെയിൻ ഓഫീസിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, നിങ്ങൾ ആ വഴി നിങ്ങൾക്ക് റൂട്ടൊന്നുമില്ല, നിങ്ങൾ ഇവിടെ വന്ന് എടുക്കണം എന്ന് പറഞ്ഞ് പിന്നെ മേലാല് നമ്മൾ അവരുടെ സാധനങ്ങളോ പ്രൊഡക്റ്റോ പർച്ചേസ് ചെയ്യോ? ഇല്ല അല്ലെ, നമ്മൾ ചെയ്യില്ല. കാരണം നമുക്ക് നമ്മുടെ സൗകര്യമാണ്, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് ഇമ്പോർട്ടന്റ്. കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന രീതിയിൽ കൃത്യമായ സ്ഥലത്ത് അവർക്ക് ആ കൃത്യമായ സമയത്തും ആ പ്രൊഡക്റ്റ് കൊണ്ടുപോയി കൊടുത്തില്ല എങ്കിൽ അവരുടെ സെയില് കുറയും. അതിനനുസരിച്ച് കസ്റ്റമേഴ്സിന്റെ എണ്ണത്തിലും കുറവ് വരും. അതുകൊണ്ട് തന്നെ ഏതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കി. ആദ്യത്തെ 3 എണ്ണോ വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എക്സിനോട് ചോദിക്കാം കേട്ടോ. നോട്ട്സ് ഉണ്ടോ നിങ്ങളുടെ കയ്യില്?
കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ആദ്യത്തെ 3 എണ്ണത്തില് വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ മിസ് പറഞ്ഞുതരാം. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാലോ. ഓക്കെ, 4th വൺ ആണ് പ്രൊമോഷൻ. നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ. പ്രൊമോഷൻ സ്ട്രാറ്റജി പഠിച്ചില്ലേ? പ്രൊമോഷൻ സ്ട്രാറ്റജി എന്തായിരുന്നു ഒരു പ്രൊമോഷണൽ സ്ട്രാറ്റജിയിൽ പറഞ്ഞിരുന്നത്? എന്തിനു വേണ്ടിയാണ് ഒരു പ്രൊമോഷൻ ചെയ്യുന്നത്? ഒരു പ്രൊമോഷൻ ചെയ്യുന്നത് അതെ സെയിൽസ് വർദ്ധിപ്പിക്കാൻ. അതിനുവേണ്ടി നമ്മൾ ആരെയാണ് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? വെരി ഗുഡ്, പീപ്പിൾസിനെ അല്ലെ. പ്ലാൻ ഓഫ് ആക്ഷൻ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ. വെരി ഗുഡ്. ആളുകളെ എന്ത് ചെയ്യാം, അതിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുക. കസ്റ്റമേഴ്സിനെ കൂടുതലും ആ ഒരു അതിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ബിസിനസ്സിനെ എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക, കൂടുതൽ സെയിൽ ഉണ്ടാക്കുക അല്ലെ. അതിലൂടെ കസ്റ്റമേഴ്സിന്റെ ഇങ്ങനെയുള്ള പ്രൊമോഷൻസ് ചെയ്യുന്നതിലൂടെ കസ്റ്റമേഴ്സ് ഈ ഒരു ബിസിനസ്സുമായിട്ട് നല്ല രീതിയിൽ ഇടപെടലുകൾ നടത്തുക അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രൊമോഷൻസ് നടത്തുന്നത് അല്ലെ. ഇവിടെ എന്താണ് ഒരു പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് എന്തിനാണ് ഈ ഒരു പ്രൊമോഷൻ ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. നോക്കാം. അപ്പൊ നോക്കിയേ, പ്രൊമോഷൻ എന്താണ്? നോക്കിയേ, പ്രൊമോഷൻ എന്താ? മാർക്കറ്റിംഗ് മീൻസ് refers to the communication that aims at promoting a product, activity or a brand among the target customers. അവിടെ വരും നാട്ടിലെ ചെയ്തു വെച്ചേ. പ്രൊമോഷൻ എന്താണ് എന്നുള്ള പറയുന്ന ഒരു ഡെഫിനിഷൻ പോലെ പറഞ്ഞിരിക്കുന്നതാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടോ. വരെ പ്രൊമോഷൻ എന്താ? മാർക്കറ്റിംഗ് മീൻസ് refers to the communication. ഒരു പ്രൊമോഷൻ മാർക്കറ്റിംഗ് മിക്സിലെ ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലേ. ശരിക്കും ഒരു ആശയവിനിമയം അല്ലേ പ്രൊമോഷൻ എന്ന് പറയുന്നത് അല്ലെ. എന്താണ് അത് ലക്ഷ്യം വെക്കുന്നത്? പ്രൊമോട്ടിംഗ് എ പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റിനെ പ്രചരിപ്പിക്കുക അല്ലെ, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി, ഒരു പ്രവർത്തനത്തെ പ്രചരിപ്പിക്കുക, ഓർ എ ബ്രാൻഡ്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ പ്രചരിപ്പിക്കുക. ആരുടെ ഇടയിലാണ് ഇത് പ്രചരിപ്പിക്കേണ്ടത്? ആരുടെ ഇടയിലാണ് ഈ ഒരു പ്രൊമോഷൻ നടത്തേണ്ടത്? കസ്റ്റമേഴ്സിന്റെ ഇടയിൽ. വെരി ഗുഡ്. അവിടുത്തെ ടാർഗറ്റ് കസ്റ്റമേഴ്സ്, നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ ഇടയിൽ പ്രചരണം നടത്തിയിട്ടേ കാര്യമുള്ളൂ അല്ലെ. അല്ലാതെ വെറുതെ നമ്മൾ അവിടെ ഇവിടെ പ്രചരണം നടത്തിയിട്ട് കാര്യമുണ്ടോ? നമ്മൾ ആ ലക്ഷ്യം വെച്ചിരിക്കുന്ന ടാർഗറ്റ് കസ്റ്റമേഴ്സ്, ലക്ഷ്യം വെച്ചിരിക്കുന്ന ഉപഭോക്താക്കൾ ആരാണോ അവരുടെ ഇടയിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തെ പറ്റിയോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ പറ്റിയോ എന്ത് ചെയ്യുന്നു? പ്രചരണങ്ങൾ നടത്തുക. അതാണ് ഈ കമ്മ്യൂണിക്കേഷന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? in order to drive sales, ഇതിനൊരു പ്രൊമോഷൻ നടത്തുന്നത് എന്തിനു വേണ്ടിയാ? in order to drive sales, സെയിൽസ് വർദ്ധിപ്പിക്കുക അല്ലെ, വിൽപ്പന വർദ്ധിപ്പിക്കുക. and involves both buyer and seller. ഈ ഒരു പ്രൊമോഷൻ പ്രോസസ്സിൽ രണ്ടു കൂട്ടരും ഉൾപ്പെടുന്നുണ്ട് അല്ലെ, ബയ്യറും സെല്ലറും. ആരാണ് ബയ്യർ? ആരാണ് ബയ്യർ? ആരാണ് ബയ്യർ? ബൈ ചെയ്യുന്ന ആളെ വാങ്ങുന്ന ആള് അല്ലെ.
സെല്ലർ എന്ന് പറയുമ്പോ വിൽപ്പനക്കാര് അല്ലെ, വാങ്ങുന്നയാളും വിൽക്കുന്നയാളും രണ്ടും കൂട്ടരും ഇതിൽ ഭാഗങ്ങളാണ്, ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നോക്കിയപ്പോ പ്രൊമോഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മിക്സിലെ എന്തെന്നാണ് സൂചിപ്പിക്കുന്നത്? ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത് അല്ലെ. ഈ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷനില് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ ഒരു ആക്ടിവിറ്റി, ഒരു പ്രവർത്തനത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ കുറിച്ചോ ആരുടെ ഇടയിലാണ്? അവരുടെ ടാർഗറ്റ് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ്, നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഉപഭോക്താക്കളുടെ ഇടയില് പ്രചരണങ്ങൾ നടത്തുക, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പ്രചരിപ്പിക്കുക, ആ ഒരു ആക്ടിവിറ്റിയെ കുറിച്ച് പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിനെ കുറിച്ച് പ്രചരിപ്പിക്കുക എന്നതാണ് ഈ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രൊമോഷന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിലൂടെ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ സെയിൽസ് എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക അല്ലെ. ബോത്ത് ബയർ ആൻഡ് സെല്ലർ, ഇതിൽ രണ്ടു കൂട്ടരും ഉൾപ്പെടുന്നുണ്ട്. വാങ്ങുന്നയാളും വിൽക്കുന്നയാളുകളും ഉൾപ്പെടുന്നതാണ് ഈ ഒരു പ്രൊമോഷൻ പ്രോസസ് എന്ന് പറയുന്നത്. Then, however, promotion can also aim at building the reputation of the organization rather than just increasing sales. ഇനി ഇവിടെ നോക്കി, എന്നിരുന്നാലും നമ്മുടെ പ്രൊമോഷൻ എന്ന് പറയുന്നത് can also aim at building the reputation of the organization rather than just increasing sales. വെറുതെ ജസ്റ്റ് വിൽപ്പന വർദ്ധിപ്പിക്കുക മാത്രമല്ല ഒരു പ്രൊമോഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, മറിച്ച് എന്താണ്? ആ ഒരു സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പ്രശസ്തി അല്ലെ, ആ ഒരു പ്രശസ്തി ബിൽഡപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കെട്ടിപ്പടുക്കുക എന്നതുകൂടി ഈ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ലക്ഷ്യമാണ്. അപ്പൊ പ്രൊമോഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി എന്താണ് നമ്മൾ പറഞ്ഞത്? ആ ഒരു പ്രൊമോഷൻ ഒരിക്കലും വെറുതെ വിൽപ്പന എന്നറിയും വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, പകരം ആ ഒരു സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പ്രശസ്തി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയും സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലക്ഷ്യം വരുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ പ്രൊമോഷൻ. ക്ലിയർ അല്ലേ പ്രൊമോഷൻ? ഓക്കെ ആണല്ലോ. ഓക്കെ, നമ്മുടെ 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് കഴിഞ്ഞു കേട്ടോ. പ്രൊഡക്റ്റ്, പ്ലേസ്, പ്രൈസ്, പ്രൊമോഷൻ, 4 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 4 വളരെ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മള് ഹൗ ടു മാർക്കറ്റ് എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലെ നമുക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യും? ഹോസ്പിറ്റലിൽ ഒരുപാട് മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കുറെ മെത്തേഡുകൾ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഹൗ ടു മാർക്കറ്റ് എ ഹോസ്പിറ്റൽ, ഒരു ഹോസ്പിറ്റൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം? നോക്കിയേ, ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ് നമുക്കറിയാം. ഒരു ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്തിനു വേണ്ടിയാണ് ഒരു ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ് ചെയ്യുന്നത്? ഒരു ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ടോ? എന്തിനാണ് ഒരു ഹോസ്പിറ്റൽ ഉണ്ട്? ഓക്കെ, എന്തിനു വേണ്ടിയാണ് ഒരു ഹോസ്പിറ്റലിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത്? എന്തിനാണ്? ഒരു ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിച്ച് പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? ഒരു ഹോസ്പിറ്റലിൽ കസ്റ്റമേഴ്സ് വരാൻ വേണ്ടി. ശരിയാണ്, അതെ, ആ ഒരു സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, പേഷ്യൻസ് കൂടുതൽ വരാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള, അതായത് കൂടുതൽ ഈ മാർക്കറ്റിംഗിലൂടെയാണ് നമുക്ക് മറ്റുള്ള പേഷ്യൻസിനെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ ഇതിലോട്ട് അട്രാക്ട് ചെയ്യാനും കൂടുതൽ പേഷ്യൻസ് അതിലേക്ക് വരണം അല്ലെ. അതിനൊപ്പം തന്നെ അവരുടെ സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പ്രശസ്തി വർദ്ധിപ്പിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ആ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയേഴ്സ് നടക്കുന്നത്. പക്ഷെ നമുക്ക് സാധാരണ ഒരു ബിസിനസ് സ്ഥാപനത്തെ പോലെ അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുമോ? ഒരു സാധാരണ ഹോസ്പിറ്റൽ, ഒരു മറ്റു ബിസിനസ് സ്ഥാപനങ്ങളെ പോലെയുള്ള രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് നമുക്ക് നേരിട്ട് ഇവിടെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്തുകൊണ്ടാവാം?
എന്തുകൊണ്ടാവാം? ഇവിടെ നമ്മളൊരു പ്രൊഡക്റ്റ് അല്ല വിൽക്കുന്നത് അല്ലെ, പകരം ഒരു സർവീസ് ആണ് അല്ലെ. അപ്പൊ സർവീസ് ആവുമ്പോൾ തന്നെ നമ്മുടെ സർവീസ് ആണ് കൂടുതലും മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ, മനുഷ്യരുമായി ബന്ധപ്പെട്ട സർവീസുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കതൊരു മാർക്കറ്റിംഗ് എന്ന രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വലിയ രീതിയിലുള്ള മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത രീതിയിലുള്ള അല്ലെ കമ്മ്യൂണിക്കേഷനിലൂടെ, മറ്റു രീതിയിൽ ഹോസ്പിറ്റലിലെ പല പ്രോഗ്രാമുകളിലൂടെ, അതിലൂടെയൊക്കെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഒരു ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ്, എന്താണ്, എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിനെ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. നോക്കിയേ, health care marketing is a process of strategic outreach and communication designed to attract healthcare consumers, guide them through their healthcare journey, and keep them engaged with the health system. Okay, ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ് എന്താണ് ഒരു ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ് എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ ആ ഒരു ബോൾഡായി കൊടുത്തിരിക്കുന്ന ഭാഗം നിങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഹെൽത്ത് കെയർ മാർക്കറ്റിംഗിനെ കുറിച്ച് പറയുന്ന ഒരു ഡെഫിനിഷൻ ആണ്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സ്ട്രാറ്റജിക് ഔട്ട്റീച്ച്. എന്താണ് സ്ട്രാറ്റജി? എന്താണ് സ്ട്രാറ്റജി? തന്ത്രങ്ങൾ അല്ലെ. അപ്പൊ ഇവിടെ ഒരു പ്രോസസ് ആണ്, ഇതൊരു പ്രക്രിയയാണ്. ഇവിടെ സ്ട്രാറ്റജിക് ഔട്ട്റീച്ച് അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള ഒരു വ്യാപനം, അതായത് പലതരത്തിലുള്ള തന്ത്രങ്ങൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വ്യാപിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പലതരത്തിലുള്ള തന്ത്രങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്ത് അതവിടെ നടപ്പിലാക്കുന്നുണ്ട് അല്ലെ. ആ കമ്മ്യൂണിക്കേഷൻസ്, ആശയവിനിമയം നടത്തുന്നില്ലേ അല്ലെ. ഒരു ഹെൽത്ത് കെയർ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നുണ്ട് അല്ലെ, ആശയവിനിമയം നടത്തുന്നുണ്ട്. അപ്പൊ ഇവിടെ ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുക. പ്രോസസ് ഓഫ് സ്ട്രാറ്റജിക് ഔട്ട്റീച്ച് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ തന്ത്രപരമായിട്ടുള്ള തന്ത്രങ്ങളുടെ വ്യാപനം അല്ലെങ്കിൽ തന്ത്രങ്ങൾ നടപ്പിലാക്കുകയും കമ്മ്യൂണിക്കേഷൻസ് നടത്തുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. And designed to attract the healthcare consumer. എന്തിനു വേണ്ടിയാണ് ഇത് രൂപപ്പെടുത്തിയിരിക്കുന്നത്, രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? To attract healthcare consumer അല്ലെ, ആരോഗ്യ പരിപാലന ഉപഭോക്താക്കളെ അട്രാക്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിലേക്ക് വരാനായിട്ട് ആകർഷിക്കുന്നതിന് വേണ്ടി അല്ലെ. And guide them through their healthcare journey. അവരുടെ ആരോഗ്യ പരിപാലന യാത്രയിലുടനീളം അവരെ ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നയിക്കുന്നതിന് വേണ്ടി അല്ലെ. And keep them engaged with the health system. അവരെന്ത് ചെയ്യുന്നു, ഈ ഒരു ആരോഗ്യ സംവിധാനത്തിലെ ഇടപെടുന്നതിന് വേണ്ടി അല്ലെ, എൻഗേജ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി അവരെ അവിടെ നിലനിർത്തണം അല്ലെ. അവിടെ അവർ കീപ് ദം എൻഗേജ്ഡ് വിത്ത് ദ ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് സിസ്റ്റം, ആരോഗ്യ സംവിധാനത്തിൽ അവരെ ഇടപെടുത്തണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നു, നല്ല രീതിയിലുള്ള ആശയവിനിമയം നടത്തുന്നുണ്ട്, തന്ത്രങ്ങൾ ആവിഷ്കരിച്ചത് വ്യാപിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ആണ് ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒന്നുകൂടി വിശദ പറയാം, ഒരു ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ്, ഇതൊരു പ്രക്രിയയാണ്. എന്തുമായി ബന്ധപ്പെട്ട പ്രക്രിയ? സ്ട്രാറ്റജിക് ഔട്ട്റീച്ച് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. തന്ത്രപരമായ വ്യാപനവും കമ്മ്യൂണിക്കേഷനിൽ ആശയവിനിമയവുമാണ് ഇതിനുള്ളിൽ പ്രധാനമായിട്ടും നടക്കുന്നത്. അതായത് ഇത് എന്തിനു വേണ്ടിയിട്ട് രൂപീകരിച്ചിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ ആവാം അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജീസ് നിർമ്മിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ടു അട്രാക്ട് ഹെൽത്ത് കെയർ കൺസ്യൂമേഴ്സ്. ആരോഗ്യ പരിപാലന ഉപഭോക്താക്കളെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി അല്ലെ. നമ്മുടെ ഒരു ആരോഗ്യം നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ അത് പരിപാലിക്കണമെങ്കിൽ നമ്മൾ എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോ അത് പരിപാലിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഈ സ്ഥാപനത്തിലേക്കാ പോകുന്നേ, ഹോസ്പിറ്റലിലേക്ക് അല്ലെ. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ ആരോഗ്യ പരിപാലന ഉപഭോക്താക്കളെ ആകർഷിക്കണം അല്ലെ. ഹെൽത്ത് കെയർ ജേർണി, അവരുടെ ആ ഒരു ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട യാത്രയിലുടനീളം അവരെ നയിക്കണം അല്ലെ. എങ്ങനെ നിങ്ങൾ ആ ഒരു ആരോഗ്യം സംരക്ഷിക്കണം, ഏതൊക്കെ രീതിയിലൂടെ നിങ്ങൾക്ക് ഇങ്ങനെ നടന്നാൽ നിങ്ങളുടെ ആരോഗ്യം പൂർണ്ണസ്ഥിതിയിലേക്ക് എത്തിക്കാം, നല്ല ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാം, എന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ആരാ പറഞ്ഞു തരുന്നത്? ആരാ പറഞ്ഞു തരുന്നത്? നമുക്ക് സ്വയം തോന്നി ചെയ്യുന്നതാണോ?
ഈ ഒരു രോഗം വന്നു, അപ്പൊ നല്ല രീതിയിൽ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കണം, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണം, അത് കഴിഞ്ഞ് നല്ല ആരോഗ്യത്തോടെ നടക്കണമെങ്കിൽ നിങ്ങൾ ഇന്ന കാര്യങ്ങളോ ഫോളോ ചെയ്ത് കൃത്യമായ മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കി നടത്തണം എന്ന് നമുക്ക് ഏത് സ്ഥാപനത്തിലെ ആളുകളാ പറഞ്ഞു തരുന്നത്? ഹോസ്പിറ്റലിലെ ആളുകള് അല്ലെ? അതാണ് രണ്ടാമത് പറയുന്നത്, ഗൈഡ് ദം ത്രൂ ദെയർ ഹെൽത്ത് കെയർ ജേർണി. അവരുടെ ആ ഒരു ആരോഗ്യ പരിപാലന യാത്രയിൽ അവരെ ഗൈഡ് ചെയ്യുക, നയിക്കുക, അല്ലെ? നമ്മളെ നയിക്കുന്നത് അവരാണ്, ശരിയല്ലേ? ആൻഡ് കീപ് ദം എൻഗേജ്ഡ് വിത്ത് ദ ഹെൽത്ത് സിസ്റ്റം. ആ ഒരു ഹെൽത്ത് സിസ്റ്റവുമായിട്ട് എപ്പോഴും അവർ എങ്ങനെയായിരിക്കണം? ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കണം, അല്ലെ? നമുക്ക് എത്ര ആവശ്യം വന്നാലും നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പിന്നെയും പിന്നെയും എന്ത് ചെയ്യാറുണ്ട്? പോവാറുണ്ട്, അല്ലെ? നമുക്കല്ല, നമ്മുടെ ഫാമിലി ആർക്കാണെങ്കിലും നമ്മൾ എപ്പോഴും അവിടേക്ക് പോവാറില്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ നമ്മൾ എപ്പോഴും അവിടേക്ക് എന്ത് ചെയ്യാറുണ്ട്? ആളുകളെ കൊണ്ട് പോവാറുണ്ട്, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് തന്ത്രപരമായ വ്യാപനവും കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയവുമാണ് ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആ ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലായോ? ചില ഡെഫിനേഷൻസ് ഒന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് മനസ്സിലാക്കിയെടുത്ത് നിങ്ങൾ മറന്നു പോവില്ല കേട്ടോ. ഓക്കെ ആണല്ലോ? അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത്, ആസ് വി കൺസിഡർ ഹോസ്പിറ്റൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഈസ് ഇമ്പോസിബിൾ. അല്ലെ? നമ്മളൊരു ഹോസ്പിറ്റലിനെ പരിഗണിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാ, ഒരിക്കലും നമുക്കൊരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് സാധ്യമല്ല, അല്ലെ? ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അസാധ്യമാണ്. നമുക്ക് ഇന്ന രൂപ, അതെ ഇന്നൊരു സർവീസ് ഉണ്ട്, നിങ്ങൾ ഇത്ര രൂപയ്ക്ക് നിങ്ങൾ എടുത്തോ എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ? അത് സർവീസിനെ ഒരിക്കലും നടക്കില്ല, കാരണം അതൊരു സർവീസ് ആണ്, അല്ലെ? ബിക്കോസ് hospital belongs to a service industry which deals with human beings, അല്ലെ? ഹോസ്പിറ്റൽ എപ്പോഴും ഒരു സർവീസ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ അവരെപ്പോഴും ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെപ്പോഴും ആരുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്? ഹ്യൂമൻ ബീങ്സുമായിട്ട്, അല്ലെങ്കിൽ മനുഷ്യരുമായിട്ടാണ് ഈ ഒരു സർവീസുകൾ ഇടപെടൽ നടത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതൊരു ഡയറക്റ്റ് മാർക്കറ്റിംഗിലേക്ക് ഒരു ഹോസ്പിറ്റലിലെ വിടാനായിട്ട് സാധിക്കില്ല, അല്ലെ? So the marketing activities of a hospital are done indirectly by the expert of the marketing department of a hospital. അവിടെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് നടക്കുന്നില്ല എങ്കിൽ പോലും അവിടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നില്ലേ? ഉണ്ട്, അല്ലെ? അതൊരു ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, അവരെന്ത് ചെയ്യുന്നു? ഇൻഡയറക്റ്റ് മെത്തേഡുകളിലൂടെ, അല്ലെ? പരോക്ഷമായിട്ടുള്ള മെത്തേഡുകളിലൂടെ അതിനനുസരിച്ചുള്ള വിദഗ്ധര്, ഇതിലെ വിദഗ്ധരാണ് ആ ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ എക്സ്പേർട്ടുകൾ അല്ലെങ്കിൽ വിദഗ്ധർ എന്ത് ചെയ്യുന്നു? ഇൻഡയറക്റ്റ് ആയിട്ട്, നേരിട്ടല്ലാതെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ ആ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് നടത്തുന്നുണ്ട്. And there are 9 marketing techniques for hospital. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹോസ്പിറ്റലിലെ 9 മാർക്കറ്റിംഗ് ടെക്നിക്സുകളെ കുറിച്ചാണ്. ആ 9 എണ്ണവും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഒന്ന് വേഗം വായിച്ചു നോക്കി, മനസ്സിലായോ? ആ ഒരു ഹൗ ടു മാർക്കറ്റ് എ ഹോസ്പിറ്റലിന്റെ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ്, അതായത് ആ ഇത്രയും പറഞ്ഞിടം വരെ ഒന്ന് ക്ലിയർ ആണോ നോക്കി വേഗം. ഓക്കെ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ഔട്ട്റീച്ച് എന്ന് പറഞ്ഞ വ്യാപനം, ആ ഒരു സ്ട്രാറ്റജീസിന്റെ തന്ത്രങ്ങളുടെ വ്യാപനം, തന്ത്രപരമായ വ്യാപനം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇത്രയും വരെ പഠിച്ചത്? ഓക്കെ.
ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. There are 9 marketing techniques for hospital. ഹോസ്പിറ്റലില് ഒരു 9 മാർക്കറ്റിംഗ് ടെക്നിക്കുകളാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. നമുക്ക് ഇട്ട് പരിചയമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ്. എല്ലാ ടെക്നിക്സും ഒക്കെ വായിക്കുമ്പോൾ ടെക്നിക്കാണല്ലോ എന്ന് വിചാരിച്ച് പേടിയൊന്നും വേണ്ട. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താണെന്നത്. ഫസ്റ്റ് വൺ നോക്കി, അഡ്വർട്ടോറിയൽ. കേട്ടിട്ടുണ്ടോ ഈ ഒരു പേര്? അഡ്വർട്ടോറിയൽ കേട്ടിട്ടുണ്ടോ? അഡ്വർടൈസ്മെന്റ് കേട്ടിട്ടുണ്ടാവും അല്ലെ? അഡ്വർടൈസ്മെന്റ്സ് കേട്ടിട്ടില്ലേ? അഡ്വർട്ടോറിയൽ എന്ന് പറയുന്ന വേർഡല്ലേ നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്തതുള്ളൂ. ചിലർ കേട്ടിട്ടുണ്ടാവും, എന്നാൽ ചിലർക്ക് അത്ര ഫെമിലിയറും ആയിരിക്കില്ല അല്ലെ? അപ്പൊ എന്താണ് അഡ്വർട്ടോറിയൽ എന്ന് പറഞ്ഞാല് ഒരു പരസ്യം ചെയ്യൽ തന്നെയാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്നുണ്ട്, അപ്പൊ പറയാം കേട്ടോ. ഒരു പരസ്യം ചെയ്യൽ തന്നെയാണ് കേട്ടോ അഡ്വർട്ടോറിയൽ എന്ന് പറയുന്നത്. ചെറിയ വ്യത്യാസം, നമ്മുടെ അഡ്വർടൈസ്മെന്റ് നിന്നും ചെറിയൊരു വ്യത്യാസം ഉണ്ട്. എന്താണെന്നുള്ളത് നമുക്ക് അന്നേരം പഠിക്കുമ്പോൾ പറയാം. ജസ്റ്റ് ഇത് ഓരോന്നും എന്താണെന്ന് മാത്രം പറഞ്ഞു വെച്ചിട്ട് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. സെക്കൻഡ് വൺ നോക്കിയേ, ജോയിനിങ് ഓഫ് എ ന്യൂ ഡോക്ടർ. ഒരു പുതിയ ഡോക്ടർ ഒരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ വരുന്നു. എന്തെങ്കിലും പരസ്യം ചെയ്യാറുണ്ടോ അവര്? ചെയ്യാറുണ്ടോ? കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഹോസ്പിറ്റലില് പുതിയൊരു ഡോക്ടർ വരാണ് എന്ന രീതിയിൽ അവർ ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് ചെയ്യും അല്ലെ? പല രീതിയിൽ അത് കമ്മ്യൂണിക്കേഷനിലൂടെ ആളുകൾ അറിയിക്കും അല്ലെ? ഹോസ്പിറ്റലിൽ ചെന്നാൽ വലിയ രീതിയിലുള്ള ഫ്ലെക്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. അവരുടെ വെബ്സൈറ്റുകളിലൂടെ ഇടും, പലതരത്തിലുള്ള എന്താണ് ന്യൂസ് പേപ്പറിലൂടെ ഇടും അല്ലെ? മീഡിയാസിലൂടെ ഇടും. അങ്ങനെയുള്ള പല രീതിയിൽ അവരൊരു പുതിയ ഡോക്ടർ അവർ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവരതിനുള്ള ഇൻഫർമേഷൻസ്, കമ്മ്യൂണിക്കേഷൻസ് നടത്താറുണ്ട്. VIP വിസിറ്റ്. ആ ഒരു സ്ഥാപനത്തിലെ ഹോസ്പിറ്റലിലേക്ക് ഏതെങ്കിലും VIPകള് വിസിറ്റ്. എന്താണ് ജെസി? സ്പെഷ്യൽ മനസ്സിലായില്ലല്ലോ. ജെസി എന്താ പറഞ്ഞത്? ഓക്കെ, ശ്രദ്ധിച്ചേ നോക്കിയേ. VIP വിസിറ്റ് അല്ലെ? എന്തെങ്കിലും ഗസ്റ്റ് എന്നാണോ ഉദ്ദേശിച്ചത്? ഓക്കെ, നോക്കിയേ. സ്പെഷ്യൽ ആയിട്ടുള്ള VIP ഗസ്റ്റുകളോ കാര്യങ്ങളോ നോക്കിയേ. VIP ആയിട്ടുള്ള മെസ്സേജ് എന്താണെന്നാണ് മിസ് ചോദിച്ചത്. മ്യൂട്ട് ആണെന്ന്. ആ മ്യൂട്ട് ആണ് മിസ്, മ്യൂട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. മെസ്സേജ് ചെയ്താൽ മതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ, നോക്കിയപ്പോ VIP വിസിറ്റുകൾ ഹോസ്പിറ്റലൊക്കെ ഒരു VIP വിസിറ്റിങ്ങിന് സന്ദർശനത്തിന് വരാണെങ്കിൽ അത് അവര് പ്രൊമോട്ട് ചെയ്യാറില്ലേ? ഇല്ലേ? പല വലിയ ന്യൂസ് പേപ്പറിലൊക്കെ വലിയ ബീച്ചിലൊക്കെ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും അല്ലെ? ഇന്ന വ്യക്തികള് ഇന്ന ദിവസം ഇത്ര സമയത്ത് ഇന്ന ഹോസ്പിറ്റലിൽ ഇന്ന കാര്യത്തിന് വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട് അല്ലെ? എന്തൊക്കെ കാര്യങ്ങൾ അവിടെ, എന്തൊക്കെ പ്രോഗ്രാംസ് ആണ്, ആരൊക്കെ അതിനോടൊപ്പം അവിടെ ഉണ്ടാവും എന്ന രീതിയിൽ ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്ത് അത് അവർ പ്രൊമോട്ട് ചെയ്യാറുണ്ട് അല്ലെ? ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം അല്ലെ? ഹെൽത്ത് അവയർ ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ നടത്താറില്ലേ ഹോസ്പിറ്റലുകളില്? അതും അവര് പ്രൊമോട്ട് ചെയ്യാറില്ലേ അല്ലെ? അതെ, ക്യാമ്പുകൾ നടത്താം, ആരോഗ്യപരിപാലന ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. ബ്രാൻഡിങ് ഓഫ് സ്റ്റേഷനറീസ് എന്ന് വെച്ചാല് നമ്മുടെ സ്റ്റേഷനറീസ് എന്തൊക്കെയാണ്? സ്റ്റേഷനറീസ് വരുന്നത് എന്തൊക്കെയാണ്? സ്റ്റേഷനറീസ് സ്കൂൾ ഓഫീസ് സ്റ്റേഷനറീസ് മുതലായ കാര്യങ്ങളൊക്കെ ഇൻഡയറക്റ്റ് മാർക്കറ്റിംഗിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രാൻഡിങ് ചെയ്യുന്നു. അതായത് ഇപ്പൊ ഇവിടത്തേതായ ഒരുപാട് പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ ആ ഹോസ്പിറ്റലിൽ തന്നെ നിർമ്മിക്കുന്നതാകാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ എന്തെങ്കിലും മറ്റു രീതിയിൽ അതെ മെഡിസിൻസ് കാര്യങ്ങളാകാം. അപ്പൊ നമ്മൾ ബ്രാൻഡ് ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രാൻഡിങ് കൊടുത്ത് പ്രൊമോഷൻസ് നടത്തുന്നുണ്ട്. ഇതാണ് ഒരു ഇൻഡയറക്റ്റ് വേയിലൂടെ പല രീതിയിലും പ്രൊമോഷൻസ് നടത്തുന്നുണ്ട്. അപ്പൊ ഓരോന്ന് പറയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുക അല്ലെ? ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ വരാറുണ്ടോ? ഹോസ്പിറ്റലിലെ തൊഴിലവസരങ്ങൾക്കുള്ള അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ നിങ്ങൾ കാണാറില്ലേ? ഇന്ന ഹോസ്പിറ്റലിൽ ഇത്ര ആളുകളുടെ വേക്കൻസി ഉണ്ട്, ഇന്ന പൊസിഷൻ ആണ് അല്ലെ? നിങ്ങളൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ പോകണമെങ്കിൽ ഇങ്ങനെയുള്ള വേക്കൻസി കണ്ടല്ലേ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അത് അവിടെ ആസ്ക് യുവർ ഡോക്ടർ ഇത് കണ്ടിട്ടുണ്ടോ?
ടിവിയിലൊക്കെ ചില പ്രോഗ്രാംസ് ഉണ്ട്, റേഡിയോയില്, ടിവിയില്, അല്ലെങ്കിൽ മാഗസീൻസിലോ ന്യൂസ് പേപ്പറിലോ ഒക്കെ നിങ്ങളുടെ ഡോക്ടറോട് ചോദിക്കാം എന്ന് പറയുന്ന ഒരു പരിപാടി കേട്ടിട്ടില്ലേ, കണ്ടിട്ടില്ലേ? അല്ലേ? അതുപോലെ തന്നെ അൺഎഫക്റ്റീവ് സർജറി, ഒരു ഫലപ്രദമായ ഡോക്ടറിനോട് ചോദിക്കാം എന്ന് പറയുന്ന പ്രോഗ്രാം. അൺഎഫക്റ്റീവ് സർജറി, ഒരു നല്ല ഫലപ്രദമായ ഒരു സർജറിയിലൂടെ. ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്? ഒരു ഇൻഡയറക്റ്റ് പ്രൊമോഷൻ ആണ്, അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ അവർ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എന്ത് തന്നെയാ? ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ്. പല രീതിയിൽ ഈ ഹോസ്പിറ്റലിലെ സർവീസുകളെയും മറ്റു സൗകര്യങ്ങളെയും കുറിച്ച് ആളുകളിലേക്ക് അറിയിക്കുക, അല്ലെ? അതിലൂടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ട് ആളുകൾ അട്രാക്റ്റഡ് ആയി ഇവിടെ അവരുടെ ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്യാനായിട്ട് ഈ ഹോസ്പിറ്റലിലേക്ക് കൂടുതൽ ആളുകൾ വരികയും അതിനനുസരിച്ച് ആ ഹോസ്പിറ്റലിലെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുകയും ചെയ്യുക, അല്ലെ? ഈ പറയുന്ന എല്ലാ മാർക്കറ്റിംഗ് ടെക്നിക്സും ഒരു ഹോസ്പിറ്റലിൽ പ്രധാനമായിട്ടും ഈ ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു ആസ്ക് യുവർ ഡോക്ടർ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് അറിയാം, അല്ലെ? അവിടെ ഒരു ഡോക്ടർ അല്ലേ ഇരിക്കുന്നത്? ഒരു ഡോക്ടർ ഉണ്ടാവില്ലേ? ആ ഒരു ഡോക്ടർ ഉണ്ടാവുമ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ ഒരു ഡോക്ടറിന്റെ ആദ്യം തന്നെ അവരെന്താ പറയുന്നത്? ഏത് ഹോസ്പിറ്റലിലെ ഏത് വിഭാഗത്തിൽ ഏത് പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് എന്ന് പറയില്ലേ? പറയാറുണ്ടോ? ഓക്കെ. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓരോരുത്തർ ചോദിക്കുമ്പോ അവര് പറയും ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ശരിയാവും. അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റലിലാണെങ്കിൽ ഇന്ന ഫെസിലിറ്റി ഉണ്ട് എന്ന് കൂടെ അവർ ഇടയ്ക്ക് പറയും, അല്ലെ? ഇന്ന ഹോസ്പിറ്റലില്, നമ്മുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ അധികം ബുദ്ധിമുട്ടുകളുള്ളവരാണെങ്കിൽ ഞങ്ങൾ അവിടേക്ക് വന്നാൽ എല്ലാ രീതിയിലുമുള്ള ചെയ്തു തരാൻ സാധിക്കും എന്ന രീതിയിലും കൂടി അവരൊന്ന് എന്ത് ചെയ്യുന്നു? ആ ഹോസ്പിറ്റലിനെ ഒന്നും കൂടി പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് ആ പ്രോഗ്രാം കൊണ്ടുപോകുന്നത്. അല്ലാതെ വെറുതെ അവർ പോയിരിക്കുന്നതൊന്നുമല്ല കേട്ടോ. വെറുതെ ഒന്നും അല്ല, എല്ലാത്തിന്റെയും പിന്നില് ഒരു മാർക്കറ്റിംഗ് തന്ത്രങ്ങളുണ്ട്. ഈ പറയുന്ന 9 എണ്ണവും നമുക്ക് പഠിക്കാനുണ്ട്. ആ 9 എണ്ണവും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ ആണല്ലോ? ഇത് വേഗം ഒന്ന് വായിച്ചു നോക്കി. അടുത്ത ഭാഗം ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.